അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ലൈംഗികത ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന ചോദനകളിലൊന്നാണ്. ഏതൊരു മനുഷ്യനും തൻ്റെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുള്ള മാർഗം അന്വേഷിക്കുകയും ചെയ്യും എന്നത് മനുഷ്യരെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്നതാണ്. എന്നാൽ പുതിയ കാലത്ത് ലിബറലിസം 20-ാം നൂറ്റാണ്ടിൻ്റെ മതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലേക്കും തങ്ങളുടെ ആശയങ്ങൾ കടത്തിക്കൂട്ടുകയും മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ ഒരു പുതിയ ആശയ സംഹിത ജീവിത പദ്ധതി അവർ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിന് ലോകം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു. 1960കളിലാണ് അമേരിക്കയിൽ സെക്ഷൽ റെവല്യൂഷൻ നടക്കുന്നത്. സാമ്പ്രദായികമായി നിലനിന്നിരുന്ന ലൈംഗികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെല്ലാം മാറി മറിയണമെന്നും അതിനപ്പുറത്തേക്ക് ഫ്രീ ആയി ആർക്കും ആരുമായും എവിടെ വെച്ചും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകണമെന്ന് വിപ്ലവകാരികൾ നിരത്തിലിറങ്ങി പ്രക്ഷോഭിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം പോണോഗ്രഫിയുടെ വ്യാപനം അതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ഒന്നടങ്കം നടന്നു. അശ്ലീല ദൃശ്യങ്ങളും അശ്ലീല സാഹിത്യങ്ങളും വ്യാപകമായി. വർഷങ്ങൾക്കിപ്പുറം ഗേ മൂവ്മെൻറ്റുകൾ, ഹോമോസെക്ഷൽ മൂവ്മെൻറ്റുകൾ സമൂഹത്തിൽ വ്യാപകമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ള രൂപത്തിൽ ഇഷ്ടമുള്ളവരോടൊത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതാണ് പുരോഗമനമെന്ന്, അതാണ് ആധുനികതയെന്ന് വിശ്വസിക്കുന്ന ആളുകളെ അതാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്നത്. സത്യത്തിൽ വിവാഹത്തിനെതിരെ സാമ്പ്രദായികമായി മതങ്ങൾ പഠിപ്പിക്കുന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവാഹബന്ധങ്ങൾക്കെതിരെയായിരുന്നു ലിബറലിസം മുന്നോട്ട് വന്നത്. വിവാഹബന്ധങ്ങളിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളെയും അവർ ഉയർത്തിക്കാട്ടി. വിവാഹിതരായ ദമ്പതികൾക്കിടയിൽ പല അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നു. അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. അവർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതോടൊപ്പം ദമ്പതികൾക്കിടയിൽ പീഡനങ്ങൾ ഉണ്ടാകുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിൽ മറ്റു പലതിൻ്റെയും പേരിൽ വലിയ പ്രശ്നങ്ങൾ ദമ്പതികൾക്കിടയിൽ നിലനിൽക്കുന്നു. ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പലപ്പോഴും ആളുകൾ കടന്നു വന്നത്. പക്ഷേ അതിനവർ മുന്നോട്ട് വെച്ച പരിഹാരമെന്നത് വലിയ പ്രതിസന്ധികളിലേക്കാണ് കൊണ്ടെത്തിച്ചത്. പലപ്പോഴും ആളുകൾ പറയുന്നത് ലിവിങ് ടുഗദർ ബന്ധങ്ങളാണ് ഇതിനെല്ലാം പരിഹാരമായിട്ടുള്ളത്. കമ്മിറ്റ്മെൻറ്റുകളില്ലാതെ ആർക്കും ആരുമായും ഏത് നിമിഷത്തിലും ആരംഭിക്കാവുന്ന, ഏത് നിമിഷത്തിൽ അവസാനിപ്പിക്കാവുന്ന ബന്ധങ്ങളാണ് ഇതിന് പരിഹാരം എന്ന ആളുകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെ ലിവിങ് ടുഗദർ ബന്ധങ്ങൾ വലിയ സുഖകരമായ അസ്വാതന്ത്ര്യങ്ങളില്ലാത്ത, ഒരു പ്രശ്നവുമില്ലാത്ത ഒരു ജീവിത വ്യവസ്ഥിതിയാണോ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക. ലിവിങ് ടുഗദർ ബന്ധങ്ങളിലെ ഗാർഹിക പീഡനങ്ങളുടെ കണക്കുകൾ നമുക്ക് ലഭ്യമാണ്. അവിടെ വിവാഹബന്ധത്തിലുള്ള ദമ്പതികൾക്കിടയിൽ നടക്കുന്നതിനേക്കാൾ അതിൻ്റെ ഇരട്ടിയോളം ഗാർഹിക പീഡനങ്ങളാണ് ലിവിങ് ബന്ധങ്ങളിലുള്ളത് എന്ന് കണക്കുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നു. പരസ്പരം വിശ്വാസ്യതയില്ലാതെ സംതൃപ്തിയില്ലാതെ വിവാഹബന്ധത്തേക്കാൾ തീരെ സംതൃപ്തമല്ലാത്ത ജീവിതമാണ് ലിവിങ് ദമ്പതികൾ നയിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന പഠനങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം ലിവിങ് ബന്ധങ്ങളിലുള്ള ദമ്പതികളുടെ ശാരീരികമായ ഒരുപാട് രോഗങ്ങൾക്ക് അവരടിമകളാകുന്നു. അതോടൊപ്പം മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും അവരുടെ ജീവിതം ചെന്നു ചേരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഡിപ്രഷന് അടിമകളായി, ആൻസൈറ്റിയും മറ്റ് അനേകം മാനസിക രോഗങ്ങളുടെയും അടിമകളായി ഇത്തരം ആളുകൾ മറ്റ് വിവാഹബന്ധങ്ങളിൽ ജീവിക്കുന്നവരെക്കാൾ കൂടുതൽ അമ്മമാരിൽ ഇത്തരം മാനസിക രോഗങ്ങൾ ദൃശ്യമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എത്രയോ ചൂഷണങ്ങൾക്ക്, എത്രയോ വലിയ പ്രശ്നങ്ങൾക്കാണ് ലിവിങ് ബന്ധങ്ങളിലെ കുട്ടികൾ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിശോധിച്ചാൽ ലിവിങ് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കുട്ടികൾ അവർക്ക് ഒരു പ്രോപ്പറായ പാരൻറ്റിങ് ലഭിക്കാതെ, മാതാപിതാക്കളുടെ കൃത്യമായ പരിചരണം ലഭിക്കാതെ ഏത് നിമിഷവും ഏത് സമയത്തും ഇറങ്ങിപ്പോകാവുന്ന പിതാവിനെയും മാതാവിനെയുമാണ് അവരുടെ മുമ്പിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം കുറ്റവാസനകൾ അവർക്കിടയിൽ വർദ്ധിക്കുകയും ഒരുപാട് തട്ടിപ്പുകൾക്കും
ചൂഷണങ്ങൾക്കും അവർ ഇരയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണേണ്ടി വരികയാണ്. ഇവിടെയാണ് പലപ്പോഴും വിവാഹത്തെക്കുറിച്ചും ലിവിങ് ബന്ധങ്ങളെക്കുറിച്ചും നമ്മോട് ഫെമിനിസം കള്ളം പറയുന്നത്. കുടുംബമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും, വിവാഹമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് സൂചിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ആ പ്രശ്നങ്ങളിൽ, വിവാഹ ബന്ധങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവർ കാണുന്ന പരിഹാരം എന്നത് കുടുംബത്തെ തകർക്കുക എന്നതാണ്. പലപ്പോഴും കുടുംബത്തെ തകർക്കുമ്പോൾ സംഭവിക്കുന്നത് സംസ്കാരസമ്പന്നരായ, സംസ്കാരമുള്ള ഒരു തലമുറയുടെ ജനനമാണ് ഇല്ലാതാകുന്നത്. സംസ്കാരമുള്ള ഒരു തലമുറയുടെ നാശമാണ് സംഭവിക്കുന്നത്. അതിന് ഫലമായി സംഭവിക്കുന്നത് സമൂഹത്തിൽ ഒരുപാട് സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ ജനിക്കുന്നു എന്നതാണ് അതിൻ്റെ ഫലമായി സമൂഹത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കുടുംബത്തെ, വിവാഹബന്ധങ്ങളിലുള്ള പല പ്രശ്നങ്ങളെയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് കുടുംബത്തെ ഇല്ലാതാക്കുമ്പോൾ, കുടുംബ സംവിധാനത്തെ തകർക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും നമ്മൾ പരിശോധിക്കുക, കുടുംബ ബന്ധങ്ങളിലുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുക. അവിടെ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ഓരോ ചിന്താഗതിയും, ഓരോ പോയിന്റുകളും തകർന്നടിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇനി ലിവിങ് ബന്ധങ്ങളിലുള്ള കുട്ടികൾ, അവർ വലിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. അവർ വലിയ സാമൂഹ്യ ദ്രോഹികളായി മാറുന്ന സാഹചര്യം അമേരിക്കയിലെ കണക്കുകൾ എടുത്തുകൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ലൈംഗിക ബന്ധത്തിന് മറ്റൊരു കാഴ്ചപ്പാട് എന്നത് ലവ് ഈസ് ലവ് എന്നതാണ്. ഏത് സ്നേഹബന്ധവും, ഏത് ലൈംഗികതയും അത് തങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് പ്രാവർത്തികമാക്കാൻ സാധിക്കണം എന്നതാണ് ലവ് ഈസ് ലവ് എന്ന മുദ്രാവാക്യത്തിലുള്ള ലിബറലിസം മുന്നോട്ട് വെക്കുന്നത്. അവിടെ പരിധികളില്ല, അവിടെ മാനദണ്ഡങ്ങളില്ല, അവിടെ ആർക്കുമാരുമായും അവരുടെ ഇഷ്ടമനുസരിച്ച് എന്തുമാകാം എന്ന സാഹചര്യം ഉണ്ടാകുന്നു. അമേരിക്കയിൽ ഇതിനെതിരെ വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സേവ് അവർ ചിൽഡ്രൻ, ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എത്രയോ ആക്ടിവിസ്റ്റുകൾ ഹോമോസെക്ഷലുകൾക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഹോമോസെക്ഷാലിറ്റിയിൽ നിൽക്കുന്നില്ല ഇത്. നമ്മുടെ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ WHO, ലോകാരോഗ്യ സംഘടന 2022 ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ലോകത്തുടനീളം മങ്കി പോക്സ് വ്യാപിക്കുകയാണ്. അത് ഏറ്റവും അധികം കാണപ്പെടുന്നത് ഗേ സെക്ഷൽസായ പുരുഷന്മാരിലാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ഹോമോസെക്ഷാലിറ്റിയിൽ അവസാനിക്കുന്നില്ല, അത് ലൈംഗികമായ മറ്റ് വൈകൃതങ്ങളിലേക്കെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മൃഗങ്ങളുമായും ശവവുമായും എല്ലാം ലൈംഗിക ബന്ധം ആവാം എന്ന് പഠിപ്പിക്കുന്ന സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നു. എത്രത്തോളം എന്നാൽ അമ്മയുമായും പെങ്ങളുമായും അവരുടെ സമ്മതമുണ്ടെങ്കിൽ ലൈംഗിക ബന്ധം നടത്താം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ നാസ്തികർ പോലും എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന ഒരു യുക്തിവാദി സമ്മേളനത്തിൽ, യുക്തിവാദികളുടെ ഒരു സമ്മേളനത്തിൽ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ്, ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതമുണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട്, ഇല്ല 100 സ്വതന്ത്ര ചിന്തകളുണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്തകളാണുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർ വളരെ ഞാൻ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്തായിരിക്കും കരുതുന്നത്, ചിലർ വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത്. അതുകൊണ്ട് വളരെ നല്ല മൗനം, ഗൗരവകരമായിട്ടുള്ള മൗനമൊക്കെ ചിലരങ്ങ് അവലംബിച്ചു കളയും. അപ്പോൾ പലപ്പോഴും സമൂഹത്തെ ഭയപ്പെട്ടുകൊണ്ട് മൗനം അവലംബിക്കുകയാണ് സ്വതന്ത്ര ചിന്തകർ ചെയ്യുന്നത്. മറിച്ച് അതിനൊരു സാഹചര്യം ഉണ്ടായാൽ, ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ സ്വന്തം അമ്മയുമായും പെങ്ങളുമായും വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെയാണ് ഇസ്ലാം ഒരു പരിഹാരമാകുന്നത്. ഇസ്ലാം ലൈംഗികതയെക്കുറിച്ച് കൃത്യമായ മാർഗദർശനം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. മറ്റ് പല മതങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും നമുക്ക് മറ്റ് ചിന്തകൾ കാണാൻ സാധിക്കും. ലൈംഗികതയെക്കുറിച്ച് മറ്റു മതങ്ങളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഹിന്ദുമതത്തിൽ, നമ്മുടെ നാട്ടിലെ ഭാരതീയ ദർശനങ്ങളിൽ ലൈംഗികത എന്നത് ദൈവത്തിലേക്കെത്താനുള്ള, ആത്മീയതയിലേക്കെത്താൻ, മോക്ഷത്തിലേക്കെത്താനുള്ള ഒരു തടസ്സമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു. ലൈംഗികത ഉപേക്ഷിക്കുമ്പോൾ, സന്യാസം സ്വീകരിക്കുമ്പോൾ, ബ്രഹ്മചര്യം സ്വീകരിക്കുമ്പോൾ അതാണ് ആത്മീയതയിലേക്കുള്ള വഴി എന്ന് പഠിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ക്രിസ്തുമതത്തിൽ അവിടെയും ആത്മീയതയും മോക്ഷവും ലഭിക്കണമെങ്കിൽ പുരുഷനും സ്ത്രീയും അവർ ലൈംഗികത ഉപേക്ഷിച്ചുകൊണ്ടാണ് അത് നേടിയെടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ഇസ്ലാം
ബ്രഹ്മചര്യം നിരോധിക്കുകയാണ്. ബ്രഹ്മചര്യം വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ദൈവിക ദർശനത്തിൻ്റെ, ദൈവത്തിൻ്റെ ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് ഇസ്ലാം ലൈംഗികതയെ പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. നിങ്ങൾക്കിടയിൽ നിങ്ങൾ പരസ്പരം സമാധാനം അടയുന്നതിന് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണയെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിവുള്ളവർ വിവാഹം ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ വിവാഹം തീരെ ഉപേക്ഷിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് ഗൗരവപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അന്നിക്കാഹു മിൻ സുന്നതി ഫമൻ ലം യഅമൽ ബിസുന്നതി ഫലൈസ മിന്നി. നിക്കാഹ് എന്നത്, വിവാഹം എന്നത് എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. അത് ഉപേക്ഷിക്കുന്നവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവിടെ ലിബറലുകൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു ബാധ്യതയുമില്ലാത്ത, ഉത്തരവാദിത്തമില്ലാത്ത ബന്ധങ്ങളെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ഇണകളുമായി തങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന്, തൻ്റെ ശരീരത്തിന് ബാധ്യതയുണ്ടെന്ന്, തൻ്റെ വികാരശമനത്തിന് അതിന് അവസരം വിശ്വാസികൾക്കുണ്ടാവണമെന്ന് ഇസ്ലാം കൃത്യമായി നിർദ്ദേശിക്കുകയാണ്. അത് കേവലമായ മാനുഷികമായ ഒരു കർമ്മം എന്നതിനപ്പുറത്ത് അതൊരു പുണ്യകർമ്മമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഒരാൾ തൻ്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ് പുണ്യകരമാകുന്നത്? റസൂലുള്ള പറഞ്ഞു, അത് ഒരു തെറ്റായ മാർഗത്തിലാണെങ്കിൽ അത് കുറ്റകരമാവില്ലേ? എങ്കിൽ അത് ശരിയായ മാർഗത്തിലാണെങ്കിൽ അത് പുണ്യകർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കേവലമായ ലിബറൽ ബന്ധങ്ങളിലെ, ലിവിംഗ് ബന്ധങ്ങളിലെ പോലെ ഒരു താല്പര്യവുമില്ലാതെ, ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത ബന്ധമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് മവദ്ദത്തും റഹ്മത്തുമുള്ള, കാരുണ്യവും സ്നേഹവുമുള്ള, കാരുണ്യവും പ്രണയവുമുള്ള ഇണകൾ തമ്മിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏർപ്പെടുന്ന ഒരു വലിയ ബലിഷ്ഠമായ ഒരു കരാർ എന്നാണ് ഇസ്ലാം വിശുദ്ധ ഖുർആൻ അതിനെ സൂചിപ്പിക്കുന്നത്. മീസാഖൻ ഖലീല. അള്ളാഹുവിന് മുമ്പിലാണ് ആ കരാറിൽ ഏർപ്പെടുന്നത്. സമൂഹം അതിന് സാക്ഷിയാണ്. സമൂഹത്തിന് മുമ്പിൽ, അള്ളാഹുവിന് മുമ്പിൽ ബാധ്യതയുള്ള ഒരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം വിശ്വാസികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവിടെ തന്നിഷ്ടങ്ങൾ കൊണ്ട് പൊട്ടിച്ചെറിയാവുന്ന ബന്ധമല്ല. സമൂഹത്തിനോട് ബാധ്യതയുണ്ട്, തൻ്റെ ഇണയോട് ബാധ്യതയുണ്ട്, തൻ്റെ മക്കളോട് ബാധ്യതയുണ്ട്, തൻ്റെ മാതാപിതാക്കളോട് ബാധ്യതയുണ്ട്. അങ്ങനെ സമൂഹസന്നദ്ധരായ, സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള, സമൂഹത്തോട് വലിയ ബാധ്യതകൾ നിർവഹിക്കുന്ന, തൻ്റെ കുടുംബത്തോടും തൻ്റെ ഇണയോടും ഏറ്റവും പരമമായി അള്ളാഹുവിനോട്, തൻ്റെ സൃഷ്ടാവിനോട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ആ ജീവിത പദ്ധതി, ലിവിംഗ് ബന്ധങ്ങൾ, അത് സമൂഹത്തിന് ദോഷകരമാകുന്നു. വ്യക്തിക്ക്, അവൻ്റെ കുടുംബത്തിന്, അവൻ്റെ സമൂഹത്തിന് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഇസ്ലാം വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഓരോ മനുഷ്യ ജീവിതത്തിനും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് സമൂഹത്തിൻ്റെ വലിയ ഒരു സുസ്ഥിരത മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം ഈ വിവാഹബന്ധം പഠിപ്പിക്കുന്നത്. അവിടെ ലിബറലുകൾ മുന്നോട്ട് വെക്കുന്ന ആശയദർശനങ്ങൾ സമൂഹത്തിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇസ്ലാമാണ് നമുക്ക് പരിഹാരമാകുന്നത് എന്ന് മനസ്സിലാക്കുക. കൂടുതൽ പഠനങ്ങൾക്കും ചിന്തകൾക്കുമായി ഈ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.